ഫോളോയിങ് ദ സ്റ്റാർ ഡേ 22. ക്രിസ്തുവിൽ പുതുജീവൻ. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 9 and 10. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. വേദപുസ്തകം നൽകുന്ന അതിമഹത്തായ ഒരു ഉൾക്കാഴ്ചയാണ് പുതുക്കം എന്നത്. അതായത് പഴമയിൽ നിന്ന് പുതുമയിലേക്ക് വരിക. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെ പുതിയ മനുഷ്യനായി തീരുക എന്നതാണ് ഈ വേദഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യർ എല്ലാവരും പുതുമയും വ്യത്യസ്തതയും ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ പറയുന്നത് പുറമേയുള്ള പുതുമയെക്കുറിച്ചല്ല, അകമേയുള്ള പുതുക്കത്തിനെക്കുറിച്ചാണ്. വളരുന്ന ഒന്നിനെ പുതുക്കപ്പെടാൻ സാധിക്കൂ. പുതുക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവനെ വളരാനും സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിനോട് ചേർന്ന് വരുമ്പോഴാണ് ക്രിസ്തുവിൽ പുതുക്കം അനുഭവിക്കുവാൻ സാധിക്കുന്നത്. ക്രിസ്തുവിൽ ഒന്നായിരിക്കുക എന്ന് പറഞ്ഞാൽ പഴയ സ്വഭാവം ഉരിഞ്ഞുകളഞ്ഞ് ക്രിസ്തുവിൽ ആത്മീയ ജീവൻ ധരിക്കുന്ന അനുഭവം. എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തെ സ്വയം ശോധന ചെയ്ത് വ്യത്യാസം വരുത്തേണ്ട ഇടത്ത് വ്യത്യാസം വരുത്തി, അത് ചിലപ്പോൾ സ്വഭാവമാകാം, ചില ശീലങ്ങളാകാം, മാറ്റേണ്ടതിനെ മാറ്റുകയും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ആത്മാവിൻ്റെ ഫലങ്ങളിലൂടെ പുതുമനുഷ്യനായി രൂപം പ്രാപിക്കുന്നത്. പുതിയ മനുഷ്യനായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം, സ്വഭാവത്തിൽ വ്യത്യാസം വരുത്തണം, ദൈവിക ബന്ധം വർദ്ധിപ്പിക്കുവാനായി സാധിക്കണം. പുതിയ മനുഷ്യനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ജാതികളെപ്പോലെ ആകരുത്. പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ പഴയ മനുഷ്യൻ്റെ പ്രവൃത്തിയെ കൂടി ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. ദൈവത്തെ അനുസരിക്കാത്ത ദൈവിക ജീവനില്ലാത്തവനാണ് പഴയ മനുഷ്യൻ. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചതുകൊണ്ട് പുതുക്കം പ്രാപിക്കുകയില്ല. നമ്മളിലെ അകമയുള്ള മനുഷ്യന് പുതുക്കം പ്രാപിക്കുമ്പോഴാണ് പുതുമനുഷ്യനായി തീരുന്നത്. ഒരു വിത്തിട്ടാൽ വേര് വന്നതിന് ശേഷമേ ഇല വരികയുള്ളൂ. അതുപോലെയാണ് ഇത്. അകമയുള്ള മനുഷ്യൻ വേരിൽ വളരുമ്പോഴാണ് ഇല പോലെ ആത്മീയ മനുഷ്യനാകുന്നത്. പുതിയ സൃഷ്ടിയാകുന്നത് ചീത്ത സ്വഭാവം മാറ്റുന്നതല്ല, കഴിഞ്ഞ കാലങ്ങളിലെ ബന്ധങ്ങൾക്കും ലോകത്തോടുള്ള ബന്ധങ്ങൾക്കും മാറ്റം വരുത്തുമ്പോഴാണ്, കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തുമ്പോഴാണ് വിശ്വാസികളുടെ കൂട്ടായ്മയിൽ നമ്മൾ ചേർക്കപ്പെടുന്നത്. പഴയത് മാറി പുതിയത് നാം ധരിക്കുമ്പോൾ കർത്താവുമായുള്ള ബന്ധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയുടെ ബന്ധം. നമ്മുടെ കർത്താവ് മതിയായവനെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അപ്പോഴത് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ പ്രതിഫലിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തോടുള്ള ബന്ധത്തിൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മോടുകൂടെയും നമ്മുടെ ഉള്ളിലും വസിക്കുന്ന ക്രിസ്തു ആയിരിക്കും ആന്തരികമായ പുതുക്കത്തിൻ്റെ ഉറവിടവും ഊർജവും. ജീവിത വിശുദ്ധിയിൽ അനുദിനം വളരുവാൻ സാധിക്കണം. ഒരു വൃക്ഷം സൂര്യനിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് വളരുന്നത് പോലെയാകണം ഒരു വിശ്വാസി ദൈവിക ഊർജം അനുഭവിച്ച് ദൈവത്തിങ്കിലേക്ക് വളരുവാനായിട്ട്. നമ്മൾ ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്നുള്ള ഉത്തമ ബോധ്യമുണ്ടാകണം. ക്രിസ്തു യേശുവിനോടുള്ള ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവാനുരൂപമായി വളർന്ന് അനുദിനം പുതുക്കം പ്രാപിക്കുന്നവരായി തീരാം. നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത ദാനങ്ങളും ഉത്തരവാദിത്തങ്ങളുമാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവം തരുന്ന ഓരോ ദാനവും ദൈവം തന്നതാണെന്നുള്ള ഉറപ്പുണ്ടാകുകയും അതിന് സ്തോത്രം ചെയ്യുവാനും നമുക്ക് സാധിക്കണം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തയോടെ പ്രവർത്തിക്കുമ്പോഴാണ് പുതിയ മനുഷ്യനായി രൂപപ്പെടുന്നത്. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകണമെങ്കിൽ ഒന്ന്, ആസക്തികളോട് നോ പറയാൻ സാധിക്കണം. ആസക്തി എന്നത് നല്ലതല്ല എന്ന തിരിച്ചറിവുണ്ടായിട്ടും അത് ജീവിതത്തിൽ നിന്ന് മാറ്റണമെന്ന് താല്പര്യമില്ലാത്ത അവസ്ഥയാണ് ആസക്തി കൊണ്ട് അർത്ഥമാക്കുന്നത്. 2, നാവിനെ നിയന്ത്രിക്കണം. വാക്കുകൾ കൊണ്ട് മറ്റൊരാളിൽ കരുത്തു പകരുവാനും നിരാശ പരത്തുവാനും സാധിക്കും. വാക്കുകൾ കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കുന്ന വിധത്തിലുള്ള യാതൊന്നും പറയുവാൻ ഇടയാകരുത്. 3, കാഴ്ചപ്പാടിൽ വ്യത്യാസം വരുത്തണം. കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ ദൈവിക കാഴ്ചപ്പാടിലൂടെ കാണാൻ ശ്രമിക്കണം. ദൈവസ്നേഹത്തിൽ പൊറുക്കുവാനും ക്ഷമിക്കുവാനും കഴിയുമ്പോൾ ക്രിസ്തുഭാവം നമ്മളിൽ ദർശിക്കുവാനായിട്ട് സാധിക്കും.
ഈ ആഗമന കാലത്തിൽ നമുക്കും പുതുസൃഷ്ടിയായി തീരാം. പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടെ ഉരിഞ്ഞുകളഞ്ഞ് ക്രിസ്തുവിൽ പുതിയ മനുഷ്യനെ ധരിപ്പാൻ നമുക്കും സാധിക്കണം. ദൈവമായ കർത്താവേ, നീ വിളിച്ചു വേർതിരിച്ചു എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് നിൻ്റെ നാമത്തിന് ശോഭ വരുത്തുന്ന ക്രിസ്തു വസ്ത്രം ധരിക്കുവാൻ കൃപ തരണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ആമേൻ.